ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് റെഡിയാക്കി എടുത്തിട്ടുള്ളതാണിത്. ഞൊടിയിടയിൽ ചപ്പാത്തിയും കറിയും. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ കൂടി പ്രസ് ചെയ്യാൻ മറന്നു പോരുത് കേട്ടോ. ചപ്പാത്തി ഉണ്ടാക്കുന്നതിന് പ്രത്യേകിച്ച് അളവോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. വീഡിയോയ്ക്ക് ആയതുകൊണ്ടാണ് കേട്ടോ ഞാനിത് മെഷർമെൻറ്റ് കപ്പിൽ കാണിക്കുന്നത്. 1 കപ്പ് ഗോതമ്പ് മാവാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് പാകത്തിലുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോർമൽ വാട്ടറാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ആദ്യം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ 1 സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ പൊടികളും നന്നായി ഒന്ന് മിക്സായി വരുന്നത് വരെ സ്പൂൺ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ പൊടി എല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അല്പം ഓയിൽ നമ്മുടെ കയ്യിലേക്ക് പുരട്ടി കൊടുത്ത ശേഷം ആ സ്പൂണിലെ മാവെല്ലാം മാറ്റി നമുക്ക് ഒന്ന് കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടും മാവ് ഒട്ടി പിടിക്കില്ല കേട്ടോ. ഇതേ കണ്ടില്ലേ, എൻ്റെ കയ്യിൽ ഇത് ഇത്രയും മിക്സ് ചെയ്തെടുത്തിട്ട് ഒട്ടും ഒട്ടി പിടിച്ചിട്ടില്ല. അപ്പോൾ ഇനി മാവ് നമുക്ക് നന്നായി കുഴച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മാവ് നന്നായിട്ട് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, നമ്മുടെ കയ്യിൽ വലുതായിട്ടൊന്നും മാവ് പറ്റിയിട്ടില്ല. നമ്മുടെ മാവിനെ നമ്മൾ കുഴച്ച് നല്ല സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ നമുക്ക് ഒരു കറി വെക്കണം. അപ്പോൾ ആ സമയം നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. കൂടെ തന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത ശേഷം ഒരു വലിയ സവാള സ്ലൈസ് അരിഞ്ഞാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കുന്ന കറി ആയതുകൊണ്ട് സവാള കൂടുതൽ വഴരാനൊന്നും നിൽക്കണ്ട. ഈ സവാള ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ നമുക്കൊരു 3 പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു വലിയ തക്കാളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. തക്കാളിയും സവാള അരിഞ്ഞതുപോലെ സ്ലൈസായി തന്നെയാണ് അരിഞ്ഞിട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇത് ആവിയിലൊന്ന് വഴന്നു വരുന്ന സമയം നമുക്ക് ചപ്പാത്തി റെഡിയാക്കി എടുക്കാം. ഈ സമയം നമ്മുടെ മാവൊന്ന് നോക്കി നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, ചപ്പാത്തി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള മാവാണ് കേട്ടോ എടുക്കുന്നത്. ഞാനൊരു മൂടിയിൽ വെച്ചിട്ടാണ് കേട്ടോ പരത്തി എടുക്കുന്നത്. ഓരോ മാവ് ഉരുട്ടിയെടുത്ത ശേഷം നന്നായി നമ്മൾ മാവ് പുരട്ടിയെടുക്കണം. എന്നിട്ട് കൈ വെച്ച് ഇതുപോലൊന്നും ചെറുതായിട്ട് പരത്തിയെടുക്കണം. അങ്ങനെ നമ്മൾ കൈ വെച്ച് ഒരെണ്ണം ഈ വലുപ്പത്തിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ. ഇനി നമുക്ക് ഈ പാത്രത്തിൻ്റെ മുകളിലേക്ക് അല്പം മാവ് ഇട്ട് കൊടുത്ത ശേഷം അതിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുക്കാം. ആദ്യത്തേതുപോലെ നമ്മൾ രണ്ടാമത്തതും പരത്തിയെടുത്തിട്ടുണ്ട്. ആദ്യം വെച്ച് കൊടുത്തതിൻ്റെ പുറത്ത് കുറച്ച് മാവ് ഇട്ട് കൊടുത്ത ശേഷം വേണം കേട്ടോ രണ്ടാമത് പരത്തിയത് നമ്മൾ വെച്ച് കൊടുക്കാൻ. മൂന്നാമത്തത് നമ്മൾ അതുപോലെ മാവ് ഇട്ട് കൊടുത്ത ശേഷം വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതേ കണ്ടില്ലേ, അങ്ങനെ നമ്മൾ 3 വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സമയം നമ്മുടെ തക്കാളി ഉള്ളിലേക്ക് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അതുകൂടെ ഒന്ന് നോക്കാം. എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് പൊടികളെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും കൂടി ചേർത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്ക് പുളിവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞെടുത്ത വെള്ളമാണ് കേട്ടോ ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് റോസ്റ്റ് രൂപത്തിലാണ് കേട്ടോ നമുക്ക് റെഡിയാക്കി എടുക്കേണ്ടത്. അതുകൊണ്ട് ഒത്തിരി വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിലുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഒന്ന് തിളയ്ക്കുന്ന താമസം കിട്ടും. നമ്മുടെ കറി റെഡിയായി. എന്നാൽ ഉപ്പും പുളിയും എല്ലാം കൂടി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു 1/2 ടീസ്പൂൺ ശർക്കര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ മധുരവും കൂടി ആകുമ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. മിക്സ് ചെയ്തൊന്ന് മൂടി വെച്ച് കൊടുക്കാം. നമ്മുടെ കറി റെഡിയായി. ഇനി നമുക്ക് ചപ്പാത്തി പരത്തിയെടുക്കാം. നമ്മൾ നേരത്തെ 3 മാവാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. 4ാമത്തത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 5ാമത്തതും കൂടി വെച്ച് കൊടുക്കാം. ഇതിൻ്റെ പുറത്തും മാവിട്ട് കൊടുക്കണം. അതിനുശേഷം വേണം നമ്മൾ പരത്തിയെടുക്കാൻ. നമ്മുടെ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് മല്ലിയില കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചപ്പാത്തി പരത്തിയെടുക്കാം കേട്ടോ. 5ഉം കൂടെ നമുക്ക് ഒരുമിച്ച് തന്നെ പരത്തിയെടുക്കാം. ഇതേ കണ്ടില്ലേ, ഇതുപോലെ നമ്മളൊന്ന് പരത്തിയെടുക്കണം. കുറച്ച് പരത്തിയ ശേഷം ഇടയ്ക്കൊന്ന് മാവിട്ട് കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഒരു സമയം തന്നെ 5 ചപ്പാത്തി പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതേ കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് ഓരോന്നായിട്ട് മാറ്റിയിട്ട് പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ 4 മാറ്റി നമ്മൾ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്കിത് പരത്തിയെടുക്കാം. ഒട്ടിയൊന്നും പിടിക്കില്ല. ഒരു സമയം തന്നെ നമുക്ക് 5 ചപ്പാത്തി ഒത്ത് പരത്തിയെടുക്കാം. ഇതേ കണ്ടില്ലേ, ഒട്ടിയൊന്നും പിടിച്ചിട്ടില്ല. ഈ രീതിയിൽ നമ്മൾ 3 പ്രാവശ്യം പരത്തിയെടുക്കുമ്പോൾ തന്നെ നമുക്ക് 15 ചപ്പാത്തി കിട്ടില്ലേ. അപ്പോൾ പെട്ടെന്ന് ചപ്പാത്തി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ 5 ചപ്പാത്തിയും പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഒട്ടിയൊന്നും പിടിച്ചിട്ടില്ല. നമ്മുടെ 5 ചപ്പാത്തി ഇതേ ഒട്ടിപ്പിടിക്കാതെ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഒന്നും നമുക്ക് ഒട്ടിപ്പിടിക്കാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം.
അങ്ങനെ നമ്മൾ എല്ലാം പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അതിനായി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായി വന്ന സമയം നമുക്ക് ഇതിലേക്ക് ചപ്പാത്തി വെച്ച് കൊടുക്കാം. ഒരെണ്ണം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറത്തേക്ക് നമുക്ക് ഒരെണ്ണം കൂടി വെച്ച് കൊടുക്കാം. നന്നായി ചൂടായ പാനിലേക്കാണ് നമ്മൾ ചപ്പാത്തി ഇട്ട് കൊടുത്തത്. ആദ്യത്തെ ചപ്പാത്തിയുടെ ഒരു സൈഡ് ചൂടായി വരുമ്പോൾ പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുക്കണം. രണ്ടാമത്തെ ചപ്പാത്തിയുടെ ഒരു സൈഡ് കൂടി ഒന്ന് ചൂടായി വരുന്ന സമയം നമ്മൾ മുകളിലത്തെ ചപ്പാത്തി മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ 2 ചപ്പാത്തിയും കൂടെ എടുത്ത് മറിച്ചിട്ട് കൊടുക്കണം. ആ അടിയിലത്തെ ചപ്പാത്തിയുടെ ആ സൈഡ് വെന്ത് വരുന്ന സമയം നമ്മൾ വീണ്ടും മുകളിലത്തെ ചപ്പാത്തി ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഇനി നമുക്ക് വീണ്ടും ഈ ചപ്പാത്തി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഓരോ സൈഡും ഇതുപോലെ മറിച്ചിട്ട് കൊടുത്ത് നമ്മൾ 4 സൈഡും വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, നമ്മുടെ ചപ്പാത്തിയുടെ 4 സൈഡും ഒരുപോലെ തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായി ചപ്പാത്തിയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ബാക്കിയുള്ള ചപ്പാത്തിയും ചുട്ടെടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഫീഡ്ബാക്ക് കമൻറ്റ് അറിയിക്കുക. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടാൽ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.